മനോഹരമായ ഇത്തരത്തിലുള്ള റീലുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ആളുകളുടെ കമൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും സുറിയാനിക്കാരുടെ ആരാധനയെ ആളുകൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ്. ആത്മീയതയുടെ പ്രത്യേക ഒരു തലത്തിലേക്ക് നമ്മൾ വിളിച്ചുകൊണ്ടുപോകുന്ന ഈ ആരാധന രീതി, അതിലെ പാട്ടുകൾ, അതിൻ്റെ ആ ഈണത്തിൻ്റെ ചടുലത, ഇതെല്ലാം മലയാളികൾ പലപ്പോഴും കാണുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, മാർത്തോമ സഭയുടെ, സീറോ മലങ്കര സഭയുടെ ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായിട്ട് ഇത് ആരുടെ ലിറ്റർജിയാണ്, ഇത് ആരുടെ ആരാധനയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. യാക്കോബായ സുറിയാനി സഭയുടെ അഥവാ അതിപുരാതനമായ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആരാധനാ രീതിയാണ്. ഇപ്പോഴത്തെ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്ന പേരിലാണ് ആ സഭ അറിയപ്പെടുന്നത് തന്നെ. ആ സഭയുടെ ആരാധന രീതി പിന്നീട് അവരിൽ നിന്നും കേരളത്തിൽ വിഭജിച്ച് മാറിയ മാർത്തോമ സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭ, അതുപോലെ സീറോ മലങ്കര സഭകളെല്ലാം അതേ ലിറ്റർജിയും ട്രഡീഷൻസും ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവരിലും ഈ ആരാധന രീതി വന്നത്. സുറിയാനിയിൽ നിന്നുള്ള എല്ലാ ഗീതങ്ങളും അതേ രാഗത്തിലും ഈണത്തിലും മലയാളത്തിലേക്ക് മൊഴി മാറ്റിയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. എത്ര വൈകാരികമായിട്ടുള്ള, ഹൃദയത്തെ ചേർത്ത് നിർത്തുന്ന, ആത്മീയതയിലേക്ക് നമ്മൾ പോലും അറിയാതെ ലയിച്ചു ചേരുന്ന ഇത്തരത്തിലുള്ള ഈ ആരാധന പാരമ്പര്യം, ലിറ്റർജിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് എത്രമാത്രം എഫേർട്ട് ആ പിതാക്കന്മാർ എടുത്തു എന്നുള്ളത് നമ്മൾക്കൊരിക്കലും മറന്നു പോകാനും ഓർക്കാതിരിക്കാനും പറ്റുകയില്ല.